സ്തോത്രം 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 പ്രൈസ്ലോനത്തടിയിലേക്ക് അവർക്ക് സ്വാഗതം. The Lord has heard my prayer. The Lord will answer my prayer. Dear Lord, I know you hear all the cries of my heart, and I know you will answer me in your prayer, perfect ways and in your perfect timing. Thank you. സങ്കീർത്തനങ്ങൾ 129, Psalms 129. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്ത് കളഞ്ഞിരിക്കുന്നു. സിയോനെ പകയ്ക്കുന്നവരൊക്കെ ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോട്ടെ. വളരുന്നതിന് മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ. കൊയ്യുന്നവർ അതുകൊണ്ട് തൻ്റെ കൈയാകട്ടെ. കറ്റ കെട്ടുന്നവൻ തൻ്റെ മാറുടമാകട്ടെ എന്നറിയില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. Cast thy burden upon the Lord, and he shall sustain thee. He shall never suffer the righteous to be moved. Amen. സദൃശവാക്യം 19:20. Proverbs chapter 19. വികടാധരമുള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. മനുഷ്യൻ്റെ ഭോഷത്വൻ്റെ വഴിയെ മറിച്ചു കളയുന്നു, അവൻ്റെ ഹൃദയം യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു, എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല, ഭോഷ്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. 20. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. മത്തായി 19. മാത്യു ചാപ്റ്റർ 19. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ട് യോർദ്ദാനക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ചവരെ സൗഖ്യമാക്കി. 19:13. യേശു കൈവച്ച് പ്രാർത്ഥിക്കാൻ എന്നെ ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിശുമാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. 20. മാത്യു 20. സ്വർഗ്ഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടിടയനോട് സദൃശ്യം. വെളിപ്പാട് 16. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയുവിൻ എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരവൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഗുണം ഉണ്ടായി. രണ്ടാമത്തെ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിൽ നീരുറവുകളിൽ ഒഴിച്ചു. സങ്കീർത്തനം 143:10. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നല്ലോ. നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിൻ്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിൻ്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിൻ്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെ നശിപ്പിക്കണമേ. ഞാൻ എൻ്റെ ദാസനാകുന്നല്ലോ. പ്രിയപിതാവേ, തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇന്നേ വരെ കർത്താവ് ജീവിതത്തിൽ ചെയ്ത അങ്ങയുടെ മഹാദയക്ക് കാണേക്ക് വിശ്വസിക്കുമെന്ന് പറയുന്നു. കർത്താവെ, അഴിയാത്ത കൃത്യങ്ങൾ അറിയാത്ത നന്മകൾ തന്നല്ലോ, വിചാരിക്കാത്ത നിരയാത്ത നന്മകൾ തന്നല്ലോ. എല്ലാ വിജയങ്ങൾക്കും കർത്താവ്, എല്ലാ നന്മകൾക്കുമായി, എല്ലാ സന്തോഷങ്ങളുമായി സ്വന്തം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിയുടെ വിടാതെ പ്രാർത്ഥിപ്പില്ലാതെ സ്തോത്രം. ഞങ്ങൾ സന്തോഷിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊള്ള ജീവിക്കാൻ കൃപയും മാറണം. വിടുതൽ വേണ്ട എല്ലാ മേഖലകളും വിടുതൽ യേശുവിനകത്ത് അയക്കണമേ. കർത്താവ് കുടുംബ ജീവിതത്തിൽ കർത്താവ് ഇടയ്ക്കൊന്ന് പോരാടുന്ന പാർട്ടി അസിസ്റ്റൻസ് അകറ്റ് മാറണം. കർത്താവ് പരിശുദ്ധ ശക്തിയായിരിക്കുമാണ്, അങ്ങയുടെ തീയായിരിക്കുമാണ്. ഹല്ലേലൂയ. കാൽവറി ഞങ്ങൾക്ക് ജീവൻ കർത്താവ് ജയം കൊണ്ടുള്ള ദൈവമേ, കാൽവറി കുരിശ് തലയെ തകർത്ത ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ. എല്ലാ ശത്രുവിനെ പാട്ടാൻ വിടുവിക്കുമ്പോൾ എല്ലാ മേഖല അത്ഭുതങ്ങൾ അതിശയം പ്രവർത്തിക്കുമാണ്. ഈ മാസം കർത്താവ് ഈ ആഴ്ച വിടുതലിൻ്റെ ദിനമാകട്ടെ. തിന്മകളെ നന്മയാക്കി മാറ്റി മാറിയ മധുരമാക്കണം, പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കണമേ. കർത്താവ് ജീവിതത്തിൽ നിന്നോളം എല്ലാ കുറവോട്ട് ക്ഷമിക്കണം. കുടുംബത്തിനോട് ചെയ്ത എല്ലാ കുറവോട്ട് ക്ഷമിക്കണം. കർത്താവ് അങ്ങനെ രക്ത കഴിശുദ്ധിയുമേ ഓരോരുത്തരായിരിക്കുന്ന സന്തോഷങ്ങൾക്ക് ആവശ്യം അങ്ങനെ ഇതപ്രകാരം മുന്നേറുന്ന കൃപയും അങ്ങനെ വഴിയിൽ കൂടി നടക്കുവാൻ ഇടവരുത്തുമാണ്. കൃപയിൽ നിലനിർത്തുമ്പോൾ എല്ലാ രോഗങ്ങളും പൂർണ്ണ വിടിയിക്കുമാറാണ്. എല്ലാ നന്മകൾക്കും യേശു ക്രിസ്തുനാമത്തിൽ തന്നെ ആമേൻ. അങ്ങയുടെ നന്മകളുടെ സന്തോഷം ഇടവരുത്തുമാറാണമേ. കർത്താവേ, സ്തോത്രം. സകല നന്മകളെയും കൊണ്ട് ഒരുക്കിയിരിക്കുക. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, അതിശയങ്ങൾ പ്രവർത്തിക്കുക. സകല മേഖലകളും കർത്താവ് ദൈവ ആത്മാവിനെ അനുകൂലമാക്കി തീർത്തുക. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടുവന്ന യേശു ക്രിസ്തുനാമത്തിൽ തന്നെ ആമേൻ. യേശുനാമം.